കാലചക്രങ്ങൾ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. വിഷുവും ഓണവും തിരുവാതിരയും എല്ലാം മാറി മാറി വന്നു. എൻ്റെ അവസാനത്തെ സെം എക്സാം കൂടെ കഴിഞ്ഞതോടെ ഹോസ്റ്റൽ ജീവിതത്തോട് വിട പറയാൻ സമയമായി. ലാസ്റ്റ് ഡേ കോളേജിലെ സെലിബ്രേഷനോടെ വീട്ടിലേക്ക് എല്ലാവർക്കും മടങ്ങാം. എല്ലാം കെട്ടിപ്പൂട്ടി നാളെ എന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. പലരും സങ്കടത്തിലാണ്. തൻ്റെ നല്ല സൗഹൃദങ്ങളെ, കാമുകിയെ, കാമുകനെ, കോളേജ് ലൈഫിനെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അങ്ങനെ എന്തിനൊക്കെയോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും സങ്കടം ഇല്ലാതില്ല. പക്ഷേ ആ സങ്കടത്തിനെല്ലാം മുകളിലായിരുന്നു വിഷ്ണുവേട്ടനെ ഇനി മുതൽ ദിവസവും കാണാലോ എന്ന സന്തോഷം. ഇനി ഈ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. വീട്ടിലെത്തിയാൽ ഉടനെ ധൈര്യം സംഭരിച്ചു പറയുക തന്നെ. ഫോണിലൂടെ വേണ്ട, നേരിട്ട് തന്നെ പറയണം. എങ്കിലേ ആൾക്ക് മനസ്സിലാകൂ ഞാൻ എത്രത്തോളം ആളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നോ എന്ന് പറയാൻ മാത്രം എന്നിലെന്തെങ്കിലും കുറവുകൾ കാണുമോ? ഏയ്, ഉണ്ടാവില്ല. എല്ലാം പോസിറ്റീവായി കാണാം. ഗുരുവായൂരപ്പൻ കൈവിടില്ല എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. പിറ്റേ ദിവസം കോളേജിലെ പ്രോഗ്രാമിന് അവതരിപ്പിക്കാൻ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസ് കാരണം വളരെ വൈകിയാണ് ഹോസ്റ്റലിൽ എത്തിയത്. വന്ന പാടെ ബാത്റൂമിൽ കയറി കുളിച്ചു ഉറങ്ങാൻ കിടന്നു. റൂംമേറ്റായ ആരതിയുടെ കൂർക്കം വലി കാരണം ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു നോക്കി. നോ രക്ഷ. നിദ്രാദേവി എന്നെ കടാക്ഷിക്കുന്നേയില്ല. എങ്കിൽ കുറച്ചു നേരം ഫോൺ നോക്കാമെന്ന് വിചാരിച്ച് വാട്സപ്പ് തുറന്നു നോക്കി. ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ചടിയിലായി വന്ന് കിടക്കുന്ന വിഷ്ണുവേട്ടൻ്റെ മെസ്സേജിൽ കണ്ണുടക്കി. വേഗം തുറന്നു നോക്കി. എന്നത്തെയും പോലെ പാട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഒരു ഫോട്ടോ ആണ്. അതിനിടയിൽ ഒരു വോയിസ് മെസ്സേജും. ഫോട്ടോ തുറന്നു നോക്കിയപ്പോൾ ശാലീന സൗന്ദര്യം തുളുമ്പുന്ന നല്ലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ. എവിടെയും കണ്ടുപരിചയമിൽ തോന്നുന്നില്ല. ഞാൻ വേഗം വോയിസ് ഓപ്പൺ ചെയ്ത് നോക്കി. നയന, എങ്ങനെയുണ്ട് ഫോട്ടോയിലെ കുട്ടി? അഭിപ്രായം അറിയിക്കട്ടോ. ഞാനിന്ന് പെണ്ണ് കാണാൻ പോയ കുട്ടിയാ. എനിക്കിഷ്ടമായി. എനിക്ക് അഭിപ്രായം ചോദിക്കാൻ നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ശബ്ദം ഒന്നും എൻ്റെ ചെവിയിലെത്തിയില്ല. ഫോൺ അപ്പോഴേക്കും കയ്യിൽ നിന്നും താഴെ വീണിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കടന്നുപോയ കുറച്ചു നിമിഷങ്ങൾ. ഹൃദയം പൊട്ടി പിളരുന്നത് പോലെ. ഒരു നിമിഷം എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് എഴുന്നേറ്റു. ഒരു പേനയും പേപ്പറും എടുത്തു എഴുതി തുടങ്ങി. അച്ഛനും അമ്മയും ഏട്ടനും എന്നോട് ക്ഷമിക്കണം. വിഷ്ണുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. വിഷ്ണുവേട്ടൻ വേറൊരാൾക്ക് സ്വന്തമാകുന്നത് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. ഞാൻ പോകുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്. കടലാസ് നാലാക്കി മടക്കി മേശപ്പുറത്ത് വെച്ചു. വലിപ്പിൽ നിന്ന് ഒരു ബ്ലേഡും എടുത്ത് ബാത്റൂമിൽ കയറി കുറ്റിയിട്ടു. ഷവർ തുറന്ന് അതിന് കീഴെ നിന്നു. മതി വരുവോളം കരഞ്ഞു തീർത്തു. പിന്നെ ഒരു ഉൾപ്രേരണയാൽ ഇടതു കൈയിൻ്റെ ഞരമ്പിൽ തലങ്ങും വിലങ്ങും മുറിച്ചതേ ഓർമ്മയുള്ളൂ. വലിയൊരു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെണീറ്റപ്പോൾ എവിടെയാണ് കിടക്കുന്നത് എന്നൊന്നും ആദ്യം മനസ്സിലായില്ല. അടുത്തിരിക്കുന്ന മാലാഖയെ കണ്ടപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലാണെന്നും എൻ്റെ തലേ ദിവസത്തെ പ്രവൃത്തിയും എൻ്റെ ഓർമ്മയിൽ തിരിച്ചെത്തിയത്. എന്നെ ആരാണിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ പതിഞ്ഞ സ്വരത്തിൽ അവരോട് ചോദിച്ചു. ഇന്നോ? കൊച്ചിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 3 അച്ഛൻ, അമ്മ, അവരൊക്കെ? അവരൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കൊച്ചി പണിക്ക് നിൽക്കണമായിരുന്നോ? മറുപടി നൽകാനാവാതെ ഞാൻ കണ്ണുകൾ അടച്ചു. ഒരു നിമിഷത്തിലെ അവിവേകം. ഈശ്വര, എന്താ ഞാൻ ചെയ്തു കൂട്ടിയേ? ഇത്രയും വളർത്തി വലുതാക്കിയ അവരെ ഞാൻ മറന്നുപോയല്ലോ. എങ്ങനെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കും? നനുത്ത കൈകൾ മുഖത്ത് തലോടിയപ്പോഴാണ് കണ്ണുകൾ തുറന്നത്. അച്ഛനും അമ്മയും ഏട്ടനും മുന്നിൽ നിൽക്കുന്നു. 3 പേരും കരയുകയാണ്. അവരെ നോക്കാൻ കഴിയാതെ ഞാൻ കണ്ണുകൾ പൂട്ടിക്കിടന്നു. അമ്മ എൻ്റെ മൂർധാവിൽ അമർത്തി ചുംബിച്ചു. അപ്പോഴേക്കും എൻ്റെ ഗദ്ഗതം ആ മുറിയിലാകെ പൊട്ടിച്ചിതറിയിരുന്നു. പിറ്റേ ദിവസമാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത്. ആരും എന്നോട് ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. എൻ്റെ എഴുത്ത് എല്ലാവരും വായിച്ചു കാണും. പക്ഷേ ആരും അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എല്ലാവരോടും മാപ്പ് ചോദിക്കണം എന്നുണ്ട്. അതിനും എനിക്ക് കഴിയുന്നില്ല. അന്ന് ഉച്ചയായപ്പോൾ വിഷ്ണുവേട്ടൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നു. അവരെ നേരിടാൻ ആവാതെ ഞാൻ മുഖം തിരിഞ്ഞു കിടന്നു. ഈശ്വര, ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മരണത്തോടെ എല്ലാം അവസാനിക്കും എന്നായിരുന്നല്ലോ എൻ്റെ ധാരണ.
ഇനി വിഷ്ണുവേട്ടനെ എങ്ങനെ ഫേസ് ചെയ്യും? ഒരിക്കൽ പോലും അറിയാതെ പോയ സ്നേഹത്തിന് എല്ലാവരും കൂടെ ആ പാവത്തിനെ കുറ്റവാളിയാക്കിയിട്ടുണ്ടാവും. എൻ്റെ ഗുരുവായൂരപ്പ, എന്നോട് ക്ഷമിക്കാൻ വിഷ്ണുവേട്ടന് കഴിയണേ. 2 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. അമ്മയുടെ അനിയൻ SI ആയതുകൊണ്ട് കേസൊന്നും ആകാതെ രക്ഷപ്പെട്ടു. അച്ഛനും അമ്മയും ഏട്ടനും ഞാൻ കാരണം മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. വീട്ടിലെത്തിയതും എൻ്റെ മുറിയിലേക്ക് ഓടി ഞാൻ. ആദ്യം ചെയ്തത് എൻ്റെ ജനാലകൾ വലിച്ചടച്ചു. വിഷ്ണുവേട്ടനെ ഇനി അഭിമുഖീകരിക്കാൻ വയ്യ. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാൻ തോന്നി. കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ നിൽക്കാമായിരുന്നു. വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല എന്ന പോലെയായിരുന്നു കാര്യങ്ങൾ. എല്ലാവരും എന്നോട് പഴയതുപോലെ പെരുമാറി. പക്ഷേ ആ സംഭവം എൻ്റെ മനസ്സിനെ അടിമുടി തളർത്തി. ഞാൻ അധിക നേരവും എൻ്റെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ വേഗം മുറിയിൽ കയറി വാതിലടച്ചിരിക്കും. ജീവിക്കാൻ വേണ്ടി 1-2 വറ്റ് കഴിച്ചെന്നു വരുത്തും. അനാവശ്യമായി വരുന്ന കരച്ചിലുകൾ, ഉറക്കമില്ലായ്മ, എന്നിലെ മാറ്റങ്ങൾ അവർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് അവരുടെ അടക്കിപ്പിടിച്ച സംസാരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പഴയ പോലെ ആവണമെന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ലായിരുന്നു.